വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. കടക്ക് പുറത്ത് അതാണിപ്പോൾ ആൻകെ പോസ്റ്റകോഗ്ലു എന്ന മാനേജറോട് ഡാനിയൽ ലെവി പറഞ്ഞിട്ടുള്ളത്. ഈ ഡാനിയൽ ലെവി എന്താണ് വലിക്കുന്നത്, എന്ത് വലിച്ചിട്ടാണ് ആൾക്ക് ഇങ്ങനത്തെ ചിന്തകളും ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നത്? ഒരു ഐഡിയ ഇല്ല. ഭയങ്കര മോശമാണ് ഈ ഡാനിയൽ ലെവി. ഇപ്പം നമ്മൾ അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഹൊസെ മൗറിഞ്ഞോ വന്നിട്ടുണ്ടായിരുന്നു. ഹൊസെ മൗറിഞ്ഞോ വന്നിട്ട് അവർ തട്ടിമുട്ടിയിട്ട് ലീഗ് കപ്പ് ഫൈനലിലാന്ന് തോന്നുന്നു എത്തിച്ചത്. ഫൈനലിൻ്റെ 4 ദിവസം മുമ്പ് ഇവർ ഹൊസൈനെ പിടിച്ചാണ്ട് സാക്ക് ചെയ്ത് കളഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ അത് കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. അല്ലാതെ നമ്മളോട് ഒരാൾ പറയാണ് അടുത്ത വർഷം ഇങ്ങനെ ലീഗ് കപ്പ് ഫൈനലിൽ എത്തിയിട്ട്, ഒരാൾ ടൈം ട്രാവൽ ചെയ്ത ആളെ ഇതൊക്കെ കണ്ട് ടൈം ട്രാവൽ ചെയ്ത ഒരാൾ പിന്നോട്ട് വന്നിട്ട് നമ്മളോട് പറയാണ് അടുത്ത ലീഗ് കപ്പ് ഫൈനലിൽ സ്പേഴ്സ് എത്തും. സ്പേഴ്സ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ മാനേജറായിട്ടുള്ള ഹൊസെ മൗറിഞ്ഞിനെ അവർ 4 ദിവസം മുമ്പ് സാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ ഇങ്ങനത്തെ അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ആര്? ഡാനിയൽ ലെവി. ജാതി കോമാളി എന്നല്ലാതെ ആ മനുഷ്യൻ എന്താ ഞാൻ പറയാ. ആ ഫാൻസിൻ്റെ ഒക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് പൊച്ചറ്റിനോ UCL ഫൈനലിലൊക്കെ എത്തിച്ച് പൊച്ചറ്റിനോനെ കെട്ടി പറഞ്ഞയച്ച് സാക്ക് ചെയ്തിട്ട് പൊച്ചറ്റിനോനെ ഒഴിവാക്കി. എന്താണ് പറയാ. ഒരിക്കൽ സ്കൈ സ്പോർട്സിൽ ഒരു ഇന്റർവ്യൂവർ ഒരാളോട് ചോദിക്കുന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബ് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആൾ പറയും സ്പേഴ്സ്. ഒരു സ്പേഴ്സോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ബിസിനസ് വൈസ് ആണെന്ന്. അതായത് ബിസിനസ് വൈസ് ഏറ്റവും ബെസ്റ്റ് ടീമാണ് സ്പേഴ്സ്. അതായത് ഏറ്റവും പ്രോഫിറ്റബിൾ സ്പേഴ്സ് ആണെന്ന് എനിക്കറിയില്ല. എനിവേ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ക്ലബ്ബാണ് സ്പേഴ്സ്. എങ്ങനെ ഇത്ര പ്രോഫിറ്റബിൾ ആവുന്നു? നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു, ഫാൻസ് ഉണ്ട്, ടോപ്പ് സ്റ്റേഡിയം ഉണ്ട്, നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. ഈ റവന്യൂ ജനറേറ്റ് ചെയ്തത് പ്ലെയേഴ്സിൻ്റെ മേലൊക്കെ ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യണ്ടേ? നല്ല പ്ലെയേഴ്സിൻ്റെ മേലെ ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യണ്ടേ? അത് ഇവർ ചെയ്യൂല, സ്പെൻഡ് ചെയ്യൂല. ആർക്കെങ്കിലും മേലെ എന്തിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യും. ഏതെങ്കിലും ക്വാളിറ്റി ഉള്ള 2-3 പ്ലെയേഴ്സിനെ കൊണ്ടുവരും. എന്നിട്ട് ഈ ക്വാളിറ്റി ഇല്ലാത്ത കുറേ ആളുകളുടെ ചുറ്റും നിന്നിട്ട് ഈ 2-3 പ്ലെയേഴ്സ്, ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സും കൂടെ സഫർ ചെയ്യും. അതാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഒരിക്കലും ഒരു മാനേജറെയും ഡിസർവിങ് ആയിട്ടുള്ള രീതിയിൽ ഇവർ ബാക്ക് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഒരു മാനേജറെയും. ആൻഡ് ഫൈനലി ഇപ്പം ഒരു യൂറോപ്യൻ ട്രോഫി അടിച്ചു കൊടുത്ത മാനേജറെ ട്രോഫി അടിച്ചതിൻ്റെ 40 കഴിയുമ്പോഴത്തേനും സാക്ക് ചെയ്ത് കളഞ്ഞു. എന്ത് ഷിറ്റ് ഡിസിഷനാണ്. ഇനിയിപ്പോൾ അവർ തോമസ് ഫ്രാങ്കിൻ്റെ പിന്നാലെ പോകും, ആരെ പിന്നാലെ പോയിക്കോട്ടെ. അവർക്ക് നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളായിരുന്നു ആരെ? ആൻകെ പോസ്റ്റകോഗ്ലു. ഈ ഒരു സ്ക്വാഡ് ഉണ്ടല്ലോ, സ്പേഴ്സിൻ്റെ സ്ക്വാഡ് അത്ര ടോപ്പ് സ്ക്വാഡൊന്നുമില്ല പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ. പിന്നെ ഇതൊക്കെ ചില്ലുകൂടാരം പോലത്തെ പ്ലേയേഴ്സാണ്, ഭയങ്കര ഇഞ്ചുറി പ്രോണാണ്. എത്ര ടോപ്പ് പ്ലെയറാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഇഞ്ചുറി പ്രോൺ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിപ്പോൾ വാൻഡോവിൻ്റെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ റൊമേരോൻ്റെ കാര്യത്തിലാണെങ്കിലും, മാഡിസന്റെ കാര്യത്തിലാണെങ്കിലും, എല്ലാവരുടെ കാര്യത്തിലാണെങ്കിലും ഇവരൊക്കെ ഇഞ്ചുറി പ്രോൺ ആയിക്കഴിഞ്ഞാൽ ഒരു മാനേജറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ പരിമിതി ഉണ്ട്. സോ എന്ത് ചെയ്യുക? അവിടെ പൈസ ഉണ്ട്, അത്രയും പൈസ ഉള്ള ക്ലബ്ബാണ് സ്പേഴ്സ്. കുറച്ച് പ്ലെയേഴ്സിനെ കൂടെ വാങ്ങിക്കൊടുത്ത് സ്ക്വാഡ് ഡെപ്ത് ഉണ്ടാക്കിയിട്ട് പ്രോപ്പറായിട്ടൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ, ഫ്യൂച്ചറിൽ UCL ടാർഗറ്റ് ചെയ്തുകൊണ്ട്, പ്രീമിയർ ലീഗ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ പോയി അടിക്കുന്നല്ല. പക്ഷെ ഒരു അംബീഷൻ കാണിക്കണ്ടേ? ഒരു മുതലാളിയല്ലേ, ഒരു അംബീഷൻ കാണിക്കണ്ടേ? അതാണ്, ഒരു അംബീഷനും ഒന്നും കാണിക്കുന്നില്ല. നശീകരണത്തിൽ നിന്നും നശീകരണത്തിലേക്കാണ് ഇവരുടെ പോക്ക്. എനിക്ക് തോന്നുന്നു ഈ കപ്പടിച്ച് കാണണമെന്ന് ഡാനിയൽ ലെവിക്ക് ആഗ്രഹമില്ല. കപ്പടിച്ച് ഇവൻ വന്ന് കപ്പടിച്ച് ഇവനപ്പം തട്ടിയേക്കാം. അല്ലെങ്കിൽ അന്ന് നമ്മുടെ ചങ്ങായി ഉണ്ടല്ലോ, ആര്? ഹൊസെ മൗറിഞ്ഞ് കപ്പടിക്കും, വേണ്ട ഒഴിവാക്കിയേക്കാം. അങ്ങനത്തെ മൈൻഡിലാന്ന് തോന്നുന്നത് ഡാനിയൽ ലെവി കളിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരൊക്കെ കപ്പടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറേ പൈസ കൊടുത്ത് പ്ലെയേഴ്സിനെ വാങ്ങിയിട്ട് ഇവരെ ബാക്ക് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണോ? ഇപ്പം അവിടെ നമ്മുടെ ആൻകെ പോസ്റ്റകോഗ്ലു നിൽക്കുകയാണെങ്കിൽ പോസ്റ്റകോഗ്ലുവിനെ കാര്യമായിട്ട് ബാക്ക് ചെയ്യണം. കാരണം ട്രോഫി അടുപ്പിച്ചു കൊടുത്ത മാനേജറാണ് 10-15 കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ആളെ പുറത്താക്കാം. അപ്പോൾ ആളെ ഡിമാൻഡ് കേൾക്കണ്ട. ഇനിയിപ്പം ഏതെങ്കിലും ഒരു യെസ്മാനെ പോലത്തെ ഒരാളെ കൊണ്ടുവരാം. എന്നിട്ട് ഏതെങ്കിലും 1-2 പ്ലെയേഴ്സിനെ അവിടെ നിന്ന് ചാമ്പി കൊടുക്കാം, അവർ കളിക്കട്ടെ. ഓഫർ കിട്ടിയ മാനേജറെ പിടിച്ചു നിർത്താം. അഥവാ കപ്പെങ്ങാനും അടിച്ചാൽ സ്പോട്ടിൽ സാക്ക് ചെയ്ത് കളയാം. അതാണ് ലെവിൻ്റെ പ്ലാൻ. ഇത്ര ക്ലൂലെസ് ആയിട്ടുള്ള, ഇത്ര മന്ദബുദ്ധിയായിട്ടുള്ള ഒരു ഓണർ വേറൊരു ക്ലബിനുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര മോശം. ഇനി അവർ ഫാൻസ് ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടറിയണം. അവർക്ക് പടച്ചോൻ
മാനസിക ശക്തി നൽകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്പേഴ്സിൻ്റെ ഫാൻസിന്. സോ അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ലെവിനെ കുറിച്ച്, ഈ ഒരു ഡിസിഷനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ പറഞ്ഞു വെക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മാനേജറാണ് ആൻഗെ പോസ്റ്റെകോഗ്ലു എന്നല്ല. പോസ്റ്റെകോഗ്ലുവിന് പോരായ്മകളുണ്ട്, ഏതൊരു മാനേജറും പോലെ പോസ്റ്റെകോഗ്ലുവിന് പോരായ്മകളുണ്ട്. പക്ഷെ ആൾക്ക് സ്പേഴ്സിനെ ലീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെന്താ പറയുക, ആൾ പലപ്പോഴും തൻ്റെ ആ ഒരു ഫിലോസഫി വിട്ട് കളിക്കാതെ കുറേ നിന്നു, അതിന് കുറേ അടി കിട്ടി. ആൻഡ് അവസാനം യൂറോപ്പ ലീഗ് ഫൈനലിലേക്ക് എത്തുന്ന സമയത്ത് ആളതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് ആ ട്രോഫിക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. സോ ആൾക്ക് ടൈം കൊടുക്കായിരുന്നു എങ്ങനെ ആയിക്കഴിഞ്ഞാൽ. അതാണ്. ഇനിയിപ്പോൾ വേറൊരു മാനേജർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചങ്ങായി ആവശ്യത്തിന് പ്ലേയേഴ്സിനൊക്കെ കൊടുത്തൊരു വേൾഡ് ക്ലാസ് സ്ക്വാഡ് ബിൽഡ് ചെയ്യും? ഒരിക്കലും ബിൽഡ് ചെയ്യില്ല. അതാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.